ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. വളരെയേറെ ആദരവും ബഹുമാനവുമുള്ള മഷാവറ അംഗങ്ങളായ ബഹുമാനപ്പെട്ട കൊടക് അബ്ദുള്ള ഉസ്താദ് അവറുകൾ, ഉസ്മാൻ ഫൈസി ഉസ്താദ്, സംരംഭത്തിൻ്റെ അധ്യക്ഷൻ കോലാരി ഹുദവി ഉസ്താദ്, അനീസ് കൗസരി അടക്കമുള്ള വേദിയിലുള്ള പ്രഗത്ഭരായ ഉലമാക്കളെ, നേതാക്കളെ, സദസ്സിലിരിക്കുന്ന ഉലമാക്കളെ, സഹോദരന്മാരെ, സുദീർഘമായൊരു പ്രഭാഷണം നടത്തുന്നില്ല. 10 മിനിറ്റാണ് ഉദ്ഘാടന പ്രസംഗത്തിന് കൊടുത്തതെന്ന് വെക്കുമ്പോൾ ഇനി അപ്പുറമുള്ള ആൾക്ക് സമയം കൊടുക്കണ്ട. കാരണം അതോട് മനസ്സിലായിക്കോളും ഇനി വേറൊത്തിരി പറയണോ. ഏതായാലും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനും ഒതുക്കാം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായൊരു സംഘടനയാണ് SKSSF എന്നുള്ളത്. SKSSFിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഇന്ന് നമ്മുടെ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടെ നടന്നു വരികയാണ്. കുറച്ചു കാലം സമയങ്ങൾക്ക് മുമ്പ് ബംഗളൂരിൽ വെച്ച് സമസ്ത സംഘടിപ്പിച്ച 100ാം വാർഷികത്തിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനം പ്രൗഢഗംഭീരമായി ബംഗളൂരിൻ്റെ ഹൃദയഭാഗത്തിൽ നടത്താൻ സാധിച്ചപ്പോൾ മൈസൂരിൽ വെച്ച് ഒരു സമ്മേളനം നടത്താൻ നമ്മുടെ കർണാടക SKSSF തീരുമാനിക്കുകയും അതിനു വേണ്ടി മാസങ്ങളായി കഠിനാധ്വാനത്വം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധയ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്ഥലമൊക്കെ നിറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആളില്ലാതെയല്ല, കുറേ ദൂരത്ത് എല്ലാവരും നിൽക്കുന്നു. സയ്യിദുൽ ഉലമയുടെ വരവിനെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് വളരെ വിദൂരത്തിലായി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും ഒരേ വിഷയം പറയുന്നത് വേണ്ട എന്ന് വെച്ച് വേറൊരു രീതിയിലാണ് ഒരല്പം സംസാരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തി വളരെയേറെ ഐക്യത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. ഇന്ന് ലോകത്തെ നാം കണ്ണോടിച്ച് നോക്കിയാൽ മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും ദയനീയമായ കാഴ്ചയൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഫലസ്തീനുകളിലൊക്കെ രാത്രി കിടന്നുറങ്ങിയ പിഞ്ചു പൈതലുകളുടെ നെഞ്ചത്തെ ഗാഢമായ നിദ്രയിൽ കഴിയുമ്പോഴേക്ക് ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വെടിയുണ്ടകൾ, ആയിരക്കണക്കിനുള്ള മക്കളാണ് അവിടെ മരിച്ചു വീഴുന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിയാലും, ലെബനനിലേക്ക് നോക്കിയാലും, യമനിലേക്ക് നോക്കിയാലും, ഇറാഖിലാണെങ്കിലും ഇറാനിലാണെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയും ഐക്യമില്ലാതെ, ഒത്തൊരുമയില്ലാതെ അവർ ഈ നരകീയമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നോക്കിയാലും നമുക്ക് വളരെയേറെ ദുഃഖിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം
പള്ളികളുടെ കണക്കുകൾ വന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുള്ള സ്ഥലങ്ങളെ കുടിച്ച് അതിൻ്റെ അടിയിൽ എന്തുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നോക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെണ്ണുമക്കൾക്ക് പർദ്ദ ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസ്ജിദുകൾക്കൊക്കെ വളരെയേറെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ മസ്ജിദുകൾക്ക് നേരെ മറ്റൊരു വിഭാഗം കൈനീട്ടി അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിന് നമുക്ക് സ്വസ്ഥതയോടുകൂടെ ജീവിക്കാനുള്ളൊരു ചുറ്റുപാട് ഇല്ലാത്ത ഈ സമയത്ത് മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു അവസരമാണ് ഇത്. വഅതീഉല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലൂ വതദ്ഹബ റീഹുകും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനിക്ക് വഴിപ്പെടണം, അല്ലാഹുവിന്റെ റസൂലിനിക്ക് നിങ്ങൾ വഴിപ്പെടണം. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ ചിന്നിപ്പോകരുത്, നിങ്ങൾ ചിന്നിച്ചിതറിപ്പോകരുത്, ചേരികളായി മാറരുത് നിങ്ങൾ. വലാ തനാസഉ ഫതഫ്ശലൂ, നിങ്ങൾ പല പാർട്ടികളായി മാറിയാൽ, നിങ്ങളിൽ ഐക്യമില്ലാണ്ടായി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ ഒത്തൊരുമയില്ലാണ്ടായി കഴിഞ്ഞാൽ ഫതഫ്ശലൂ, നിങ്ങൾ പരാജയപ്പെട്ടു പോകും, നിങ്ങൾ ബലഹീനന്മാരായി തീരും, നിങ്ങൾ പേടികുടലന്മാരായി തീരും. വതദ്ഹബ റീഹുകും, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ അധികാരം ദൗലത്ത് അത് നീങ്ങിപ്പോകും, നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കേണ്ട അവസരമാണ് ഇത്. മുസ്ലിം സമൂഹം ചിന്നിച്ചിതരേണ്ട സമയമല്ല ഇത്. ഐക്യത്തിനും സ്നേഹത്തിനും ജീവിക്കേണ്ട സമയമാണ് ഇത്. ഒക്കെ കൂട്ടാൻ പറ്റുന്നവരെ മുഴുവനും പൊതുവായ വിഷയങ്ങളിലൊക്കെ ഒക്കെ കൂട്ടി നാടുകളിലെല്ലാം ഐക്യത്തോടെ ജമാഅത്തുകളിലും മഹല്ലുകളിലും ഭിന്നതയില്ലാതെ സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകാൻ പാടില്ല എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുമ്പോൾ ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ഇന്ന് ഇറാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ ഇത്രമാത്രം ചേരികളായി ഇത്രമാത്രം അവര് വേദനകളും യാതനകളും അനുഭവിക്കാൻ കാരണം ആ നാടുകളിലുള്ള മുസ്ലിമീങ്ങൾ പല പാർട്ടികളായി മാറി, ചേരികളായി മാറി. നൂറുകണക്കിനുള്ള സംഘടനകളാണ് ആ രാജ്യങ്ങളിലുള്ളത്. അങ്ങനെ പല ചേരികളും ഗോത്രങ്ങളും പാർട്ടികളുമായി മാറിയപ്പോ ആ രാജ്യത്തിനെ ആക്രമിക്കാൻ അതാ ജൂതന്മാരുടെ കൈകൾ അവിടത്തിലേക്ക് നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിൽ സ്വസ്ഥത ഇല്ലാണ്ടായിപ്പോയി. 2 മിനിറ്റ് ഒരു സ്വസ്ഥതയും ഇല്ലാണ്ടായി. കാരണം പേടിയാണ്. കുറച്ച് നീണ്ടെങ്കിൽ പിന്നെ വാട്സാപ്പിൽ വന്നോണ്ടാവും അറബംബ്രാണ് കുറെ നീട്ടിയെന്ന് പേടിച്ചിട്ടാ പറയുന്നത്. നിർത്തോണാന്ന് ചോദിച്ചാൽ എന്ത് അവരുടെ നാടുകളിൽ ബനൂ ഇസ്രായേലുകൾ ഭൂരിപക്ഷമായിരുന്നു, ഖിബ്തിയാക്കൾ ന്യൂനപക്ഷമായിരുന്നു. ഭൂരിപക്ഷമായ ബനൂ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ന്യൂനപക്ഷമായ ഫിർഔനും കൂട്ടരും അധികാരം പിടിച്ചെടുത്തത് എങ്ങനെയാണെന്ന് അറിയുമോ?
ഭൂരിപക്ഷമായിരുന്ന ബനൂ ഇസ്രായേലുകള് നൂറുകണക്കിനുള്ള ചേരികളായി മാറിയപ്പോൾ, അവരുടെ ഐക്യം തകർന്നു പോയപ്പോൾ, അവരുടെ നാടുകൾ അനൈക്യമുണ്ടായപ്പോൾ, അവരുടെ നാടുകൾ ഭിന്നതമുണ്ടായപ്പോൾ, ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന്റെ കയ്യിൽ നിന്നിട്ട് അധികാരം പിടിച്ചെടുത്തിട്ട് ഭൂരിപക്ഷത്തിന് അടിച്ചമർത്താൻ വേണ്ടി ന്യൂനപക്ഷത്തിന് സാധിച്ചു എങ്കിൽ, നാം പല ചേരികളായി മാറുമ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. നബി സ്വഹാബത്തിനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് നിസ്കാരത്തിനേക്കാൾ, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ അമലി എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലയോ? ഖാലു ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അകന്നവരുടെ ഇടയിൽ അകൽച്ചയെ ഒന്ന് നന്നാക്കലാണ്. ഭിന്നിപ്പ്, അകന്നു നിൽക്കുന്നതിനെ ഇല്ലാണ്ടാക്കി, അനൈക്യമില്ലാണ്ടാക്കി ഐക്യമുണ്ടാക്കാനാണ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഐക്യം അനൈക്യം നീക്കി ഐക്യമുണ്ടാക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ കഅബത്തിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാളും, റമളാനിൽ നോക്കുന്ന നോമ്പിനേക്കാളും, കോരിവാരി കൊടുക്കുന്ന സദഖയേക്കാൾ ഖൈറാണ് എന്ന് പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ചിന്നിച്ചു തരേണ്ടവരല്ല, അനൈക്യമുണ്ടാക്കേണ്ടവരല്ല, ഐക്യത്തിന് വേണ്ടി ശ്രമിക്കേണ്ട കാലമാണ് ഇത്. മഹദിമാം വരാൻ സമയം അടുത്തായിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. നമ്മുടെ SSFന്റെ പ്രവർത്തകന്മാർ ആ നിലക്കാണ് നാടുകളിൽ നടന്ന് കർണാടകം മുഴുവനും സഞ്ചരിച്ച് ഈ പ്രവർത്തനം ഉമ്മത്തിനെ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ജീവിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംഘടനയെ അല്ലാഹു ഖിയാമത്ത് നാൾ വരേക്ക് നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയോട് കൂടെ നിന്ന് ഉറച്ചു നിന്ന് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ സമ്മേളനം നടത്തുമ്പോഴേക്ക് വലിയൊരു ബേജാർ. നമ്മുടെ സ്റ്റേജുകളിലേക്ക് ഏറ്റവും വലിയ അന്തസ്സായിരുന്നു കോട്ട ഉസ്താദ്, ഷെയ്ഖുന കോട്ട ഉസ്താദ്, ഷെയ്ഖുന അബ്ദുൽ ജബ്ബാർ ഉസ്താദ്, ഷെയ്ഖുന ഖാസിം ഉസ്താദ്. അവരെല്ലാം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോഴേക്കും നമ്മുടെ സദസ്സിലേക്ക് എപ്പോഴും കയറി വരുമ്പോഴേക്കും ആ പ്രസന്നമായ മുഖങ്ങൾ, ആ ജ്വലിക്കുന്ന മുഖങ്ങൾ, ഈമാന് തൊളുമെന്ന മുഖങ്ങൾ, ആ ഇൽമിന്റെ ഭണ്ഡാരങ്ങൾ, അത് നഷ്ടപ്പെട്ടല്ലോ. നമുക്ക് ഈ വേദികൾക്കുള്ള ആ മനോഹരത, ആ ഭംഗിക്ക് കുറച്ചും അല്പം മങ്ങലേറ്റല്ലോ എന്നുള്ളൊരു ദുഃഖമുണ്ട്. റബ്ബേ, അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നീ നന്നാക്കണേയല്ല. അവരോടുകൂടെ ശംസുൽ ഉലമയോടുകൂടെ, കണ്ണിത്തുസാദിനോടുകൂടെ, വരക്കൽ മുല്ലുക്കയാത്തങ്ങളോടുകൂടെ സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകണേ മന്നാനേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.